സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്നു നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ ഒരു പ്രധാന വാക്യമാണ്. യേശു പറയുന്നൊരു കാര്യം: ഭയപ്പെടേണ്ട, വിശ്വസിച്ചു മാത്രം ചെയ്യുക. ലൂക്കോസ് 8:50. വളരെ ശക്തമായ വാക്കുകൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ താങ്ങാവുന്ന ഒരു ഉറപ്പ്. ശരിയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ കഥയാണല്ലേ? അതെ. യായിറോസ്, അദ്ദേഹത്തിന്റെ ഏക മകൾ മരണാസന്നയായി കിടക്കുകയാണ്. 12 വയസ്സുള്ള മകൾ. അതെ. അപ്പോൾ അദ്ദേഹം ഓടി യേശുവിന്റെ അടുക്കൽ വരുന്നു. കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്, എന്റെ വീട്ടിൽ വരണം, എന്റെ മകൾ മരിക്കാറായി, അങ്ങു വരണം. യേശു ആ അപേക്ഷ കേട്ട് യായിറോസിനോടൊപ്പം പോവുകയാണ്. എന്നാൽ ആ യാത്രക്കിടയിൽ മറ്റൊരു സംഭവം നടക്കുന്നു. അതാണ് രസകരം. തിരക്കിനിടയിൽ 12 വർഷമായി രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീ ഒരുപാട് വൈദ്യന്മാരെ കണ്ടു, സ്വത്തെല്ലാം ചെലവാക്കി, ഒന്നും ഭേദമായില്ല. അവൾക്കൊരു വിശ്വാസമുണ്ട്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം വരും. അത്ര വലിയ വിശ്വാസം. അവൾ അങ്ങനെ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. അപ്പത്തന്നെ അവളുടെ രക്തസ്രാവം നിന്നു. പൂർണ്ണ സൗഖ്യം. യേശു അതറിഞ്ഞു. തന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിഞ്ഞു. അതെ. അപ്പൊ യേശു ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർക്ക് അത്ഭുതം. ഇത്രയും തിരക്കിൽ ആരാണ് തൊട്ടതെന്ന് എങ്ങനെ അറിയാനാണ്? ശരിയാണ്, എല്ലാവരും നിഷേധിച്ചു. പക്ഷെ ആ സ്ത്രീക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അവൾ ഭയത്തോടെ വിറയലോടെ മുന്നോട്ടു വന്നു. യേശുവിന്റെ മുമ്പിൽ വീണു. താൻ ചെയ്തതും തനിക്ക് കിട്ടിയ സൗഖ്യവും എല്ലാവരും കേട്ടു പറഞ്ഞു. യേശുവിന്റെ മറുപടി എന്തായിരുന്നു? വളരെ സ്നേഹത്തോടെ, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക. ആശ്വാസത്തിന്റെ വാക്കുകൾ. പക്ഷേ ഈ സമയം യായിറോസിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കും? അത് ചിന്തിക്കാൻ പോലും വയ്യ. ഓരോ നിമിഷവും വൈകുകയാണ്. തന്റെ മകൾ അവിടെ ജീവനു വേണ്ടി പോരാടുകയാണ്. ഈ സ്ത്രീ കാരണം സമയം പോകുന്നു എന്ന ചിന്ത ഒരുപക്ഷേ ഉണ്ടാവാം. സ്വാഭാവികമാണ്. ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്നൊരാൾ വരുന്നത്, ആ ദുഃഖവാർത്തയുമായിട്ട്. അതെ, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട. എല്ലാം തീർന്നു എന്ന് തോന്നുന്ന നിമിഷം, ഒരു പിതാവിന്റെ ഹൃദയം തകർന്നു പോകുന്ന അവസ്ഥ. ആ സ്ത്രീ കാരണം വൈകിയല്ലോ എന്നൊരു ചിന്ത ഒരു നിമിഷമെങ്കിലും വന്നിരിക്കാം. എന്നാൽ യായിറോസ് ഒരു വാക്ക്, അവിശ്വാസത്തിന്റെയോ നിരാശയുടെയോ ഒരു വാക്ക് പറയുന്നതിനു മുൻപേ യേശു ഇടപെടുന്നു. അതാണ് പ്രധാനം. യേശു എന്താണ് പറഞ്ഞത്? ആ കേട്ട വാക്കിന് തള്ളിക്കളഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ രക്ഷപ്പെടും. ആ സാഹചര്യത്തിൽ, ആ ദുഃഖവാർത്ത കേട്ടിട്ടും ഭയത്തിനിടം കൊടുക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ യേശു ആവശ്യപ്പെടുന്നു. എത്ര വലിയൊരു ധൈര്യമാണത് നൽകുന്നത്! എന്നിട്ട് യേശു ആ വീട്ടിലേക്ക് പോകുന്നു. അതെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും യായിറോസിനെയും ഭാര്യയെയും മാത്രം കൂട്ടി അകത്തു കടക്കുന്നു. അവിടെ കരച്ചിലും മുറവിളിയുമാണ്. യേശു അവരോട് പറയുന്നു, കരയണ്ട, അവൾ മരിച്ചതല്ല, ഉറങ്ങുന്നതേയുള്ളൂ എന്ന്. അവർ യേശുവിനെ പരിഹസിച്ചു. കാരണം അവൾ മരിച്ചു എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ യേശു ആ കുട്ടിയുടെ കൈക്ക് പിടിച്ച്, ബാലികയെ എഴുന്നേൽക്ക് എന്ന് കൽപ്പിച്ചു. തൽക്ഷണം അവളുടെ ആത്മാവ് മടങ്ങിവന്നു. അവൾ എഴുന്നേറ്റു. മരണം പോലും യേശുവിന് മുന്നിൽ കീഴടങ്ങി. അതെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതം കാണാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മരണവാർത്തകൾ വരാം. ശരിയാണ്. ചിലപ്പോൾ രോഗത്തിന്റെ രൂപത്തിൽ. ഡോക്ടർമാർ പറയും, ഇനിയൊന്നും ചെയ്യാനില്ല, സ്റ്റേജ് 4 ആണ്. അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്ന് കടങ്ങൾ കയറി ഇനിയൊരു വഴിയുമില്ല എന്ന് തോന്നുന്ന അവസ്ഥ. ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന നിമിഷങ്ങൾ. ആ ഒരു അവസ്ഥയിൽ ലോകം നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം. പ്രതീക്ഷയുടെ ഒരു കണിക പോയുമില്ലാതെ നമ്മൾ തകർന്നിരിക്കുമ്പോൾ. അപ്പോൾ ഓർക്കണം, യേശു നമ്മോട് കൂടെയുണ്ട്. അവിടുത്തെ ശബ്ദം നമ്മുടെ ഹൃദയത്തിലും മുഴങ്ങുന്നുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇത് പുതിയ കാര്യമല്ല. ബൈബിളിൽ ഉടനീളം നമ്മളിത് കാണുന്നുണ്ട്. മോശയെ നോക്കൂ. 40 വർഷം ആടുകളെ മേയിച്ച് ഒരു സാധാരണ ജീവിതം, ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ 80-ാം വയസ്സിൽ ദൈവം വിളിക്കുകയാണ്, വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ നിയോഗിക്കുകയാണ്. യോസേഫിന്റെ കാര്യമോ? അടിമയായി വിൽക്കപ്പെട്ടു, കള്ളക്കേസിൽ ജയിലിലായി, ജീവിതം തീർന്നു എന്നെല്ലാവരും കരുതി. എന്നാൽ ദൈവം അവനെ ഉയർത്തി, ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ അവസരം നൽകി, ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി മാറ്റി. അപ്പോ നമ്മളൊരു അവസാനമെന്ന് കാണുന്നിടത്ത് ദൈവത്തിനൊരു പുതിയ തുടക്കം കുറിക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളൊരു പ്രതിസന്ധിയിലാണോ? എല്ലാം അടഞ്ഞുവെന്ന് തോന്നുന്നുണ്ടോ? നിരാശപ്പെടരുത്. ലോകം പറയുന്ന മരണവാർത്ത കേട്ട് തളരരുത്.
യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, അവിടുന്ന് നിങ്ങളെ കൈവിടില്ല. അതെ, അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, യോസേഫിനെ ഉയർത്തിയവൻ, എന്റെ സാന്നിധ്യം നിനക്ക് മുൻപേ പോകും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഭയത്തെ നമുക്ക് പുറത്താക്കാം, വിശ്വാസത്തിൽ ധൈര്യത്തോടെ മുന്നോട്ടു പോകാം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശരി. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ യായിറോസിന്റെ അനുഭവങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാം അവസാനിച്ചു, ഇനി മുന്നോട്ടില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ആ നിമിഷങ്ങളിൽ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നതിനായി നന്ദി. കർത്താവേ, ലോകത്തിന്റെ വാക്കുകൾ കേട്ട് സാഹചര്യങ്ങൾ കണ്ട് ഭയന്നുപോകാതെ അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ. തളർന്നു പോകാതെ, നിരാശരാകാതെ ഈ വിശ്വാസത്തിൽ വളരുവാനും ഭയം നീങ്ങി യഥാർത്ഥ വിശ്വാസികളായി രൂപാന്തരപ്പെടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളുണ്ടാകാം. ഭയത്തെ അതിജീവിച്ച് വിശ്വാസത്തിൽ മുന്നേറിയ അനുഭവങ്ങൾ, അവ മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമാകും. അതുകൊണ്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് എഴുതി അയയ്ക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം soulfulscriptureseveryday@gmail.com. അതെ, നിങ്ങളുടെ അനുഭവങ്ങൾ വരും ദിവസങ്ങളിൽ ഈ കൂട്ടായ്മയിലൂടെ പങ്കുവയ്ക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.